ഓം ശാന്താകാരം ഭുജഗശയനം പത്മനാഭം സുരേശം വിശ്വാധാരം ഗഗനസദൃശം മേഘവർണം ശുഭാംഗം ലക്ഷ്മീകാന്തം കമലനീനം യോഗധ്യാനഗമ്യം വന്ദേ വിഷ്ണും ഭവേകരം സർവലോകൈകനാഥം. ഓം നമോ ഭഗവതേ വാസുദേവായ. നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണായ പരബ്രഹ്മണേ നമഃ. എല്ലാ സജ്ജനങ്ങൾക്കും ഗുരുവായൂരപ്പൻ്റെ നാമത്തിൽ സാഷ്ടാംഗ പ്രണാമം. ശ്രീകൃഷ്ണചരിതാമൃതത്തിലെ വേദമൂർത്തികളുടെ പ്രാർത്ഥന തന്നെയാണ് നാം ചിന്തിക്കുന്നത്. വേദമൂർത്തികൾ തുടർന്നും ഭഗവാനോട് പറഞ്ഞു, അസ്ഥിരമായിരിക്കുന്ന അസ്തിത്വത്തിൻ്റെ ചഞ്ചല സ്വഭാവം മൂലം ഈ പ്രപഞ്ച പ്രത്യക്ഷം അയഥാർത്ഥമാണെന്ന് അല്പബുദ്ധികളായവർക്ക് തോന്നും. ജഗത്ത് മിഥ്യയാണെന്ന് തങ്ങളുടെ സിദ്ധാന്തം തെളിയിക്കുവാൻ മായാവാദികൾ പ്രപഞ്ച പ്രത്യക്ഷത്തിൻ്റെ ഈ ചഞ്ചല സ്വഭാവത്തെ ഉപയോഗപ്പെടുത്തുന്നു. വേദവാക്യം അനുസരിച്ചുകൊണ്ട് സൃഷ്ടിക്ക് മുമ്പ് ഈ ലോകത്തിന് അസ്തിത്വമേ ഉണ്ടായിരുന്നില്ല, ശൂന്യമായിരുന്നു. പ്രളയത്തെ തുടർന്നും ഈ ലോകം ഉണ്ടാവുകയില്ല. ഇനി വരാൻ പോകുന്ന കൽപ്പാന്തകാലത്തിൻ്റെ അവസാനവും ഇതേ അവസ്ഥയിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ശൂന്യവാദികൾ ഈ വേദവാക്യം മുതലെടുത്ത് ഭൗതിക ലോകത്തിന് നിദാനം ശൂന്യതയാണെന്ന് തീരുമാനിക്കുന്നു. എന്നാൽ അത് ശൂന്യതയാണെന്ന് വേദ അനുശാസനം പറയുന്നില്ല. യഥവാം ഇമാനി ഭൂതാനി ജായന്തേ, ഈ പ്രപഞ്ച പ്രത്യക്ഷം ആരിൽ നിന്നാണ് ഉത്ഭവിച്ചത്? സംഹാരത്തെ തുടർന്ന് സമസ്തവും ആരിലാണോ വിലയം പ്രാപിക്കുന്നത് എന്നാണ് സൃഷ്ടിയുടെയും സംഹാരത്തിൻ്റെ ഉറവിടത്തെ വേദാനുശാസനം നിർവചിക്കുന്നത്. വേദാന്ത സൂത്രത്തിലും ശ്രീമദ് ഭാഗവതം 1-ാം സ്കന്ധം 1-ാം ശ്ലോകത്തിലെ ജന്മാദ്യസ്യ എന്ന് തുടങ്ങുന്ന ആരിൽ നിന്നാണോ എല്ലാം ഉത്ഭവിക്കുന്നത് അവൻ എന്ന പദം കൊണ്ടും ഇത് വിശദീകരിക്കുന്നുണ്ട്. ജഗത്തിൻ്റെ ആദിമൂലം പരമപുരുഷനായിരിക്കുന്ന നിരപേക്ഷ ആത്മാവാണെന്നും അഥവാ പരമാത്മാവാണെന്നും സംഹാരത്തോടെ അത് അവനിൽ തന്നെ ലയിക്കുന്നു, അതായത് പരമാത്മാവിൽ തന്നെ ലയിക്കുന്നു എന്നതുമാണ് സത്യം. ഈ വേദാനുശാസനങ്ങളെല്ലാം സൂചിപ്പിക്കുന്നതും ഭഗവത്ഗീതയിലും ഇത് തന്നെയാണ് ഉറപ്പിച്ചു പറയുന്നത്. ഈ പ്രപഞ്ച പ്രത്യക്ഷം അഥവാ പ്രത്യക്ഷ പ്രപഞ്ചം ജഗത്ത് അസ്തിത്വം കൊള്ളുകയും വീണ്ടും സംഹരിക്കപ്പെടുമ്പോൾ അത് പരമപുരുഷനിൽ വിലയം പ്രാപിക്കുകയും ചെയ്യുന്നു. ബഹിരംഗമായിരിക്കുന്ന, അതായത് ബാഹ്യശക്തി എന്നറിയപ്പെടുന്ന ഈ പ്രത്യേക ശക്തി ചഞ്ചല സ്വഭാവമുള്ളതാണെങ്കിലും സർവേശ്വരൻ്റേതാകയാൽ അത് മിഥ്യയാൽ സാധ്യമല്ലെന്ന് ഈ പ്രസ്താവം കൃത്യമായിട്ട് ഉറപ്പിച്ചു പറയുന്നു. അതായത് അചഞ്ചലമായിരിക്കുന്ന ബ്രഹ്മം അവ്യക്തമാണ്. അതിൽ നിന്ന് സൃഷ്ടി ആരംഭിക്കുമ്പോഴാണ് അത് ചലനാത്മകമാകുന്നത്. ഈ ചലനാത്മകമാകുന്നതോടുകൂടി പ്രത്യക്ഷ പ്രപഞ്ചം പ്രകടമാകാൻ തുടങ്ങും. ആകാശം, അഗ്നി, വായു, ജലം, ഭൂമി ആണ് ആദ്യം സൃഷ്ടിക്കപ്പെട്ടത്. അതിൻ്റെ 50% പ്രത്യക്ഷമായിട്ട് അതേപടി നിലനിർത്തി അത് ഗുരുവായൂരപ്പൻ്റെ അപരാശക്തി അഥവാ പരമാത്മാവിൻ്റെ മറ്റൊരു ഭാവം അപരാശക്തി കൊണ്ടാണ് പ്രത്യക്ഷമാകുന്നത്. അതിൻ്റെ 50%, ഈ പഞ്ചഭൂതങ്ങളിൽ തന്നെ 50% മിക്സ് ചെയ്തിട്ട് അട കുഴയ്ക്കുന്ന പോലെ കുഴച്ച് അതിൽ നിന്ന് പഞ്ചീകരണ പ്രക്രിയ എന്ന് ഭാഗവതത്തിൽ തന്നെ സൃഷ്ടി വർണ്ണനയിൽ പറയുന്നുണ്ട്. ആ പഞ്ചീകരണ പ്രക്രിയയിലൂടെയാണ് 84 ലക്ഷം തരം ജീവജാലങ്ങളും ഈ പറയുന്ന പ്രത്യക്ഷ പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടി എന്നർത്ഥം. അപ്പം യഥാർത്ഥത്തിൽ പരമാത്മാവിൻ്റെ തന്നെ ഒന്നിലെല്ലാം ലയിച്ചിരുന്നത് അത് ചലനാത്മകമായപ്പം 2 ഭാവത്തിൽ പ്രകടമായി. ഒന്ന്, സകല ജീവജാലങ്ങളെ സൃഷ്ടിക്കാനും അപരാശക്തി കൊണ്ട് അതിൻ്റെയൊക്കെ ശരീരം നമ്മുടെ തന്നെ പ്രത്യക്ഷത്തിൽ നമ്മൾ വിശേഷ ബുദ്ധിയുള്ള മനുഷ്യൻ മനസ്സിലാക്കേണ്ടത് ആകാശം, അഗ്നി, വായു, ജലം, ഭൂമി ഇതിൻ്റെ പ്രത്യക്ഷ പ്രപഞ്ചമാണ് നമ്മൾ ഇന്ന് കാണുന്ന ഈ പ്രത്യക്ഷ ആകാശം, അഗ്നി, വായു, ജലം, ഭൂമി ഒക്കെ പ്രത്യക്ഷമായിട്ട് കാണുന്നു. അതും ഈ അചഞ്ചലമായിരിക്കുന്ന അവ്യക്തമായിരിക്കുന്ന ബ്രഹ്മത്തിൽ നിന്ന് തന്നെയാണ് അപരയായിട്ട് പ്രകടമായത്. അത് ക്ഷരമാണ്. ഈ കണ്ടതൊക്കെ നശിക്കുന്നതാണ്. അതിൻ്റെ 50%, അതേ അപരാശക്തിയുടെ 50% മിക്സ് ചെയ്ത്, അതായത് ആകാശത്തിൻ്റെ, അഗ്നിയുടെയും വായുവിൻ്റെയും ഗുണം തന്മാത്രകളെ കൊണ്ടാണ് അത് മിക്സ് ചെയ്തിട്ട് അതിൽ നിന്നാണ് നമ്മുടെ ശരീരം ഉണ്ടായിരിക്കുന്നത്. അപ്പം അചഞ്ചലമായിരിക്കുന്ന ബ്രഹ്മത്തിൽ നിന്ന് അത് ചലനാത്മകമായപ്പോൾ പ്രത്യക്ഷ പ്രപഞ്ചം പ്രകടമായി. അതിൻ്റെ വകഭേദങ്ങളാണ് വിവിധ ഭാവത്തിലും നാമരൂപങ്ങളിലും പ്രകടമാകുന്ന
ഈ പ്രത്യക്ഷത്തിൽ എന്തൊക്കെ കാണുന്നോ അത് ഈശ്വര ചൈതന്യത്താൽ തന്നെയാണ് പ്രകടമായത്. അപ്പോൾ ആത്യന്തികമായിട്ട് നമ്മൾ ഈ പ്രത്യക്ഷത്തിൽ കാണുന്നതൊക്കെ ഇല്ല ഇല്ല, മിഥ്യ മിഥ്യ എന്ന് പറഞ്ഞാലും അത് അങ്ങോട്ട് നമുക്ക് ഉൾക്കൊള്ളാൻ സാധിക്കാത്തതിൻ്റെ പ്രധാന കാരണം അതിപ്പോൾ പ്രത്യക്ഷമാണ്. നമ്മുടെ ശരീരം മിഥ്യയാണെന്ന് എത്ര പറഞ്ഞാലും വേണ്ടില്ല, ഈ ശരീരമാണല്ലോ ഉണ്ടെന്നോ ഇല്ലെന്നോ നമ്മളെ കൊണ്ട് ചിന്തിപ്പിക്കുന്നത്. അപ്പം അതുകൊണ്ട് നമ്മൾ ആദ്യം തന്നെ ഭഗവാന്റെ അപരാശക്തിയായിരിക്കുന്ന ഈ പ്രത്യക്ഷ പ്രപഞ്ചത്തെ ഈശ്വരനായിട്ട് കാണണം. അതിൻ്റെയൊക്കെ ആത്മസാന്നിധ്യം കൊണ്ടാണ് ഇതൊക്കെ പ്രകടമായതെങ്കിൽ ആ ആത്മസാന്നിധ്യം നമ്മുടെ ഉള്ളിലും പ്രത്യക്ഷമല്ലാത്ത വിധത്തിൽ അവ്യക്ത സ്വരൂപമായിട്ടിരിക്കുന്നുണ്ട്. അതാണ് ശരിക്കും പ്രത്യക്ഷത്തിൽ നമുക്ക് മിഥ്യയായിട്ട് തോന്നുന്നത്. അതില്ല, കാരണം പ്രത്യക്ഷത്തിൽ അത് കണ്ണുകൊണ്ടോ ഇന്ദ്രിയങ്ങളെ കൊണ്ട് തിരിച്ചറിയാൻ പറ്റാതെ അവ്യക്തോയം അധീദ്യോയം അവികാര്യോയം ഉച്ചത എന്നൊക്കെ ഭഗവാൻ വ്യക്തമാക്കി തന്നിട്ടുണ്ട്. പിന്നെ എന്താ ഇത്ര സംശയം? അപ്പോൾ പ്രത്യക്ഷത്തിൽ കാണുന്നതും നമ്മുടെ ശരീരം ഗുരുവായൂരപ്പൻ്റെ അംശമാണ്, അത് അപരാശക്തിയാൽ നിർമ്മിക്കപ്പെട്ടതാണ്, അത് ഭഗവാന്റെ ആത്മസാന്നിധ്യം കൊണ്ടാണ് അത് സൃഷ്ടിച്ചതും അത് നിലനിൽക്കുന്നതും ആത്മസാന്നിധ്യം കൊണ്ടാണ്. അതേ ശരീരം തന്നെ ജീവഭാവം കൈക്കൊള്ളുമ്പോൾ അവിടെയും അവ്യക്ത സ്വരൂപമായിട്ട് ഗുരുവായൂരപ്പൻ്റെ പരാശക്തിയാണ് നമ്മുടെ ശരീരത്തിൽ ജീവനായിട്ടിരിക്കുന്നത്. ഇത് രണ്ടും യോജിച്ച് നിൽക്കുമ്പോഴാണ് ഞാനെന്നും എൻ്റെ എന്നും പറയാൻ സാധിക്കുള്ളൂ നമുക്ക്. ഇതെങ്ങനെ മിഥ്യാവും? അപ്പം വ്യക്തമായിരിക്കുന്ന ജഗത്തിൽ ആദ്യം ഈശ്വരനെ കാണാൻ നമുക്ക് ശ്രമിക്കണം. അണുവിലും വിഷ്ണുവായിട്ട് നിൽക്കുന്നുണ്ടെങ്കിൽ വ്യാപരിച്ച് നിൽക്കുന്ന ആ ഭഗവാന്റെ സാന്നിധ്യമാണ് ഇതിനെല്ലാം അടിസ്ഥാനം എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ആ ശക്തിയെ ശരണാഗതി പ്രാപിച്ചുകൊണ്ടുള്ള അതേ വീക്ഷണത്തിൽ നമ്മൾ കണ്ടാൽ മാത്രമേ സർവാത്മഭാവം കാണാൻ സാധിക്കൂ. അപ്പോൾ ഈ ജഗത്ത് പ്രത്യക്ഷമായിരിക്കുന്നത് സത്യമല്ല എന്ന് വാദിക്കുന്നതിൽ ഒരർത്ഥവുമില്ല എന്നർത്ഥം. ആദ്യം നമ്മൾ പ്രത്യക്ഷമായിരിക്കുന്നതിൽ ഈശ്വരൻ്റെ കൂടെ കാണാൻ ശ്രമിക്കുക എന്നുള്ളതാണ് നമുക്ക് കരണീയമായിട്ടുള്ളത്. അത് നമ്മുടെ ശരീരമായാലും മറ്റ് ജീവജാലങ്ങളുടെ ശരീരമായാലും സസ്യലതാദികളായാലും ഒരു കല്ലോ മണ്ണോ വട്ടവർ ഇറ്റ് ഈസ് എന്താണോ അതെല്ലാം ഈശ്വരൻ്റെ സാന്നിധ്യം കൊണ്ടാണ്. ഒരു മണൽത്തരി പോലും അതായിട്ട് നിലനിൽക്കുന്നത് ഈശ്വരൻ്റെ സാന്നിധ്യം കൊണ്ടാണെന്ന്, ആത്മസാന്നിധ്യം കൊണ്ടാണെന്നും, എന്നാൽ അതാണ് അവ്യക്ത സ്വരൂപമായിട്ടിരിക്കുന്നത്. ഇത് പ്രകടമാകുന്ന ഈശ്വരൻ്റെ തേജസ് കൊണ്ടാണ് എന്നുള്ള സത്യത്തെ നമ്മൾ ആദ്യം ഉൾക്കൊള്ളണം. എന്നിട്ട് അതിലൊക്കെ അവ്യക്ത സ്വരൂപമായിരിക്കുന്ന യഥാർത്ഥ ശക്തി പരമാത്മാവാണെന്നും നമുക്ക് കണ്ടെത്താൻ അനായാസന സാധിക്കും. അവിടെയാണ് ഈശ്വര സാക്ഷാത്കാരം. ഈശ്വര സാക്ഷാത്കാരം നേടാതെ ആധ്യാത്മികയിൽ ഈ ബാക്കിയുള്ള പ്രവർത്തനങ്ങൾ കൊണ്ട് ഒന്നും ഈശ്വര സാക്ഷാത്കാരം നേടാത്ത ഒരാൾക്ക് ഈ സക്സസ്, അതായത് ജന്മസാഫല്യം, അതായത് മോക്ഷപ്രാപ്തിയിലേക്ക് എത്താൻ സാധിക്കില്ല എന്നതിൽ യാതൊരു സംശയവുമില്ല എന്നർത്ഥം. അതുകൊണ്ട് അത് മിഥ്യയാണെന്ന് വെറും തോന്നലാണ്. സൃഷ്ടിക്ക് വെറും സംഹാരത്തിന് ശേഷവും നിലനിൽക്കാത്തതിനാൽ ഭൗതിക പ്രകൃതി അയഥാർത്ഥമാണെന്ന് മായാവാദികൾ തീരുമാനിക്കുന്നു. എന്നാൽ മൺകുടങ്ങളുടെയും തളികകളുടെയും ഉദാഹരണത്തിലൂടെ വൈദികമായിട്ടുള്ള വിവരണം അവതരിപ്പിച്ചിട്ടുമുണ്ട്. നിരപേക്ഷ സത്യത്തിൻ്റെ നിശ്ചിതമായ ഉൽപാദനങ്ങളുടെ ഉപോത്ബലങ്ങളുടെ അസ്തിത്വം താൽക്കാലികമാണെങ്കിലും സർവേശ്വരൻ്റെ ശക്തി സുസ്ഥിരമാണ്. മൺകുടമോ ജലകുംഭമോ ഒക്കെ ഉടയ്ക്കുകയോ അവയ്ക്ക് തളിക, കോപ്പ തുടങ്ങിയ രീതിയിൽ ഉപഭേദം വരുത്തുകയോ ചെയ്യാമെങ്കിലും അതിലെ ഘടകപദാർത്ഥം അഥവാ മണ്ണ്, അതിൻ്റെ ഭൗതിക അടിസ്ഥാനമായിരിക്കുന്ന മണ്ണ് അതേ രീതിയിൽ തന്നെ തുടർന്നും നിൽക്കുന്നു എന്നുള്ളതാണ് സത്യം. പ്രപഞ്ച പ്രത്യക്ഷത്തിൻ്റെ അടിസ്ഥാനം എന്നും ഒന്നു തന്നെയാണ്, ബ്രഹ്മം അഥവാ നിരപേക്ഷ സത്യം. ഈ കാരണം കൊണ്ട് തന്നെ അത് മിഥ്യയാണെന്ന മായാവാദികളുടെ സിദ്ധാന്തം ദുരുദ്ദേശപരമായി കെട്ടിച്ചമച്ചതാണ്. പ്രപഞ്ച പ്രത്യക്ഷം ജഗത്ത് ചഞ്ചലവും ക്ഷണികവുമാണെന്ന് വെച്ച് അത് മിഥ്യയായി നിലനിൽക്കുന്നതെന്നാണ് സത്യഭാസത്തിൻ്റെ നിർവചനം. ഉദാഹരണത്തിന് കുതിരമുട്ട, ആകാശ കുസുമം, ശശവിഷാണം, മുയലിൻ്റെ കൊമ്പ് എന്നിങ്ങൊക്കെ പേരിൽ മാത്രം നിലനിൽപ്പുള്ള പ്രതിഭാസങ്ങളാണ്. ആകാശത്തിൽ പൂക്കൾ ഉണ്ടാകുന്നില്ല, മുയലിന് കൊമ്പുമില്ല, കുതിരയ്ക്ക് മുട്ടയുമില്ല. ഇങ്ങനെ ഭാവനയിലോ പേരിലോ മാത്രം
നിലനിൽക്കുന്നതും യഥാർത്ഥത്തിൽ കാണപ്പെടാത്തതുമായിരിക്കുന്ന പല വസ്തുക്കളുമുണ്ട് ഈ പ്രപഞ്ചത്തിൽ. അത്തരം വസ്തുക്കളെ അയഥാർത്ഥമെന്ന് പറയാം. എന്നാൽ ഭൗതിക ലോകത്തിൻ്റെ താൽക്കാലിക സ്വഭാവം, ആവിർഭാവം, തിരോധാനം ഇതെല്ലാം സത്യമാണെന്ന് വെച്ച് അത് മിഥ്യയാണെന്ന് വൈഷ്ണവർ കരുതുന്നില്ല. ഒരേ വൃക്ഷത്തിൽ തന്നെ രണ്ട് പക്ഷികൾ ഒരുമിച്ചിരുന്നതുപോലെ ജീവാത്മാവും പരമാത്മാവും ഒരേ ശരീരത്തിൽ സ്ഥിതി ചെയ്യുന്നു എന്നുള്ളതാണ് സത്യം. എന്നുവച്ച് എല്ലാ പരിതസ്ഥിതികളും അവ തുല്യരാകാൻ സാധ്യതയുമില്ല. വേദമൂർത്തികൾ തുടർന്നും പറഞ്ഞു, ഈ പക്ഷികൾ വേദങ്ങളിൽ പറയുന്നത് പോലെ സുഹൃത്തുക്കളാണെങ്കിലും തുല്യരല്ല. എല്ലാറ്റിനും സാക്ഷി മാത്രമാണ് ഒരാൾ, അത് പരമാത്മാവ്. മറ്റേയാൾ ആ മരത്തിൻ്റെ കായ് തിന്നുന്നു, അവ ജീവാത്മാവ്. പ്രപഞ്ചപ്രത്യക്ഷം നിലനിൽക്കുമ്പോൾ പൂർവജന്മത്തിലെ ഫലമനുസരിച്ചുകൊണ്ട് ജീവാത്മാവ് പല രൂപത്തിൽ പ്രത്യക്ഷപ്പെടുന്നു എന്നതാണ് സത്യം. തൻ്റെ യഥാർത്ഥ നിലയെക്കുറിച്ചുള്ള സുദീർഘമായ വിസ്മൃതിയുടെ ഫലമായിട്ട് അവൻ ഭൗതിക പ്രകൃതിയുടെ നിയമങ്ങൾ അനുവദിച്ച് കൊടുക്കുന്ന ഏതെങ്കിലും ഒരു നിർദ്ദിഷ്ട രൂപമായിട്ട് താതാത്മ്യം പ്രാപിക്കുകയും ചെയ്യുന്നു. ഭൗതിക ദേഹം സ്വീകരിച്ചു കഴിയുന്നതോടെ അവൻ ഭൗതിക പ്രകൃതിയുടെ ത്രിഗുണങ്ങൾക്ക് വിധേയനാവുകയും അതന്നെ അനുസരണമായിക്കൊണ്ട് പ്രവർത്തിക്കുകയും ചെയ്തു. ഭൗതിക ലോകത്തുള്ള ജീവിതം ഇപ്രകാരം തമസിൻ്റെ ആവരണത്തിൽ ആകുമ്പോൾ അവൻ്റെ അല്പമാത്രമായ സ്വാഭാവിക ഐശ്വര്യങ്ങൾ അഥവാ സിദ്ധികൾ നശിച്ചു പോവുകയും ചെയ്യും. ഭൗതിക ലോകത്ത് അവതരിക്കുന്നുണ്ടെങ്കിലും പരമാത്മാവിൻ്റെ അഥവാ പരമപുരുഷൻ്റെ സിദ്ധികൾക്ക് ഒരു കുറവും സംഭവിക്കുന്നില്ല. സർവ്വ ഐശ്വര്യങ്ങളും പൂർണ്ണതകളും അതേപടി അവനിൽ തന്നെ നിലനിൽക്കുന്നുണ്ട്. അതേസമയം ഭൗതിക ക്ലേശങ്ങളുടെ പിടിയിൽ നിന്ന് വിട്ടു നിൽക്കുകയും ചെയ്യുന്നു. പരമാത്മാവ് അഥവാ പരമപുരുഷൻ തൻ്റെ ഷഡ്വൈയു ഐശ്വര്യം, അഷ്ടസിദ്ധി, അഷ്ടഗുണം എന്നീ സ്വാഭാവിക ഐശ്വര്യങ്ങൾ നിലനിർത്തുന്നു എന്നതാണ് വ്യതിരക്ത ആത്മാവും പരമാത്മാവും തമ്മിലുള്ള വ്യത്യാസം. അപ്പോൾ യഥാർത്ഥത്തിൽ നമ്മുടെ ഉള്ളിൽ തന്നെ പരമാത്മാവും ജീവാത്മാവും ചേർന്ന് തന്നെയാണ് നമ്മളെ കൊണ്ട് ചിന്തിപ്പിക്കുന്നതും പറയിപ്പിക്കുന്നതും പ്രവർത്തിപ്പിക്കുന്നതും. നമ്മുടെ ശരീരത്തിൻ്റെ അസ്തിത്വം പോലും ആ ആത്മസാന്നിധ്യമാണ്. അത് മറഞ്ഞിരിക്കുന്നതുകൊണ്ട്, അവ്യക്ത സ്വരൂപമായതുകൊണ്ട് നമ്മൾ ഈ ഭൗതികമായിട്ട് കിട്ടിയിരിക്കുന്ന ശരീരം പ്രകൃതിയിൽ നിന്ന് കിട്ടിയിരിക്കുന്നത് കൊണ്ട് ഈ പ്രകൃതി ഗുണങ്ങളാണ് ഈ ശരീരത്തിലൂടെ ജീവാത്മാവ് പ്രകടമാക്കുക. അപ്പം യഥാർത്ഥത്തിൽ പരമാത്മാവ് ഗുണാതീതനായിരിക്കുന്ന ഭാവത്തിലാണ്, അതിൽ നിന്നാണ് ജീവാത്മാവ് രൂപം കൊണ്ടതെങ്കിലും ആ പ്രകൃതി ഗുണങ്ങളെ കൊണ്ട് അത് മറയ്ക്കപ്പെടുന്നു എന്നുള്ളതാണ്. സത്വരജ തമോ ഗുണങ്ങളാൽ ആ യഥാർത്ഥ പരമാത്മ ശക്തിയെ അഷ്ട ഐശ്വര്യങ്ങളും ഈശ്വരീയ ഗുണങ്ങളെല്ലാം മറയ്ക്കപ്പെടുന്നു. എന്നാൽ അതിൻ്റെ പ്രഭാവം കൊണ്ടാണ് ഈ ശരീരം, ജീവാത്മാവ് ജീവന് ആയിട്ട് നിലനിന്ന് ശരീരത്തെ കൊണ്ട് ചെയ്യാവുന്ന കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അവിടെയാണ് നമുക്ക് ഏറ്റവും വലിയ അബദ്ധം സംഭവിക്കുന്നത്. യഥാർത്ഥത്തിലുള്ള ശക്തി ആത്മസാന്നിധ്യത്താലാണ് നമ്മൾ ചിന്തിക്കുന്നതും പറയുന്നതും പ്രവർത്തിക്കുന്നതെങ്കിലും പക്ഷേ അത് പ്രകൃതിയുടെ ഗുണങ്ങൾ, അതാണ് സർവ്വപ്രകൃതി ജൈഗുണ എന്ന് ഭഗവാൻ പറഞ്ഞത്. ആ പ്രകൃതിയുടെ ഗുണങ്ങളാൽ സമ്പന്നമായിരിക്കുന്ന ശരീരം പ്രകടമാക്കുന്നത്, ജീവാത്മാവിനോട് ചേർന്ന് നിന്നുകൊണ്ട് പ്രകടമാക്കുന്നത് പ്രകൃതി ഗുണങ്ങളാണെന്നർത്ഥം. ആ പ്രകൃതി ഗുണങ്ങൾ സത്വരജ തമോ ഗുണങ്ങൾക്ക് വശംവദരായിക്കൊണ്ട് നമ്മൾ പ്രവർത്തിക്കുക എന്നുള്ളതാണ് അസ്വാതന്ത്ര്യാവസ്ഥ എന്ന് പറയുന്നത്. നമ്മൾ നമ്മുടെ കഴിവ് കൊണ്ട് തന്നെ അതിനെ ജയിക്കണം. അതിനാണ് ഈ സാധനാബലം ഉണ്ടാക്കാൻ പറയുന്നത്. ക്രിയായോഗം എന്ന് പറയുന്നത് തന്നെ തമോ ഗുണത്തിൻ്റെ പ്രകട സ്വഭാവം തന്നെ അത്യതയും അലസതയുമാണ്. അപ്പം തമസിനെ ആദ്യം ജയിക്കണം. ആദ്യത്തെ കവചം, ആദ്യത്തെ മറ എന്ന് പറയുന്നത് തമസാണ്. ആ തമസിനെ ജയിക്കാൻ രജോ ഗുണത്തെ ഉപയോഗിക്കണം. രജോ ഗുണം കർമ്മകുശലതയാണ്, പ്രവർത്തിക്കാനുള്ള ക്ഷമത. അപ്പോൾ ആ രജോ ഗുണം കൊണ്ട് നമ്മുടെ അജ്ഞതയെ ഇല്ലാതെയാക്കണം എന്ന് തന്നെയാണ് ഗീതയും പറയുന്നത്. ഗുണാതീതനായാൽ മാത്രമേ നമ്മുടെ ശരീരത്തിനുള്ള പരമാത്മാ ബോധത്തെ നമുക്ക് ഉണർന്നതായിട്ട് നമുക്ക് തന്നെ അനുഭവപ്പെടുകയുള്ളൂ. അപ്പോൾ തമസിനെ രജസ് കൊണ്ട് ജയിച്ച് രജസ്സിനെ സത്വം കൊണ്ട് ജയിക്കണം. അവസാനം ബ്രഹ്മശക്തിയെ സാക്ഷാത്കരിച്ചുകൊണ്ട് സത്വത്തെ കൂടെ ജയിക്കുമ്പോഴാണ് യഥാർത്ഥ പരമാത്മാ ബോധം നമ്മളിൽ പ്രകടമാകുകയുള്ളൂ. ഇത് മനുഷ്യന് മാത്രമേ ഈ വിശേഷ ബുദ്ധി കൊണ്ട് ഇതിനേക്ക് തിരിച്ചറിയാൻ സാധിക്കുള്ളൂ. യഥാർത്ഥത്തിൽ ഈശ്വരൻ്റെ എല്ലാവിധ ശക്തികളും നമ്മൾ അതായിട്ടാണ്, അതിനോട് കൂടിയാണ് ജനിക്കുന്നത്. പക്ഷേ ഈ സത്വരജ തമോ ഗുണങ്ങളുടെ പ്രഭാവത്താൽ അത് മറയ്ക്കപ്പെടുന്നു എന്നുള്ളതാണ്. അപ്പം അത്
സ്വയം വിചാരിച്ചാൽ, നമ്മൾ ഈ ആത്മബോധത്തിലേക്ക് എത്തി ഇതാണ് സത്യം എന്ന് മനസ്സിലാക്കിയാൽ, പിന്നെ നമ്മളിലുള്ള പൂർവജന്മാർജിതമായിട്ടുള്ള കർമ്മവാസനകളാകുന്ന ആ സ്വഭാവത്തിലുള്ളതായിട്ടുള്ള ഗുണങ്ങളെ ജയിക്കുക തന്നെ വേണം. അതിനാണ് ഈ ജപതപാദികളൊക്കെ ചെയ്യാൻ പറയുന്നത്. അല്ലാതെ പ്രത്യേക ഒരു സിദ്ധിക്കൊന്നുമല്ല. ഇത് തന്നെ ഒരു സിദ്ധിയാണ്. രജോ ഗുണം കൊണ്ട് തമസിനെ ജയിക്കണം, സത്വഗുണം കൊണ്ട് രജോ ഗുണത്തെ ജയിക്കണം. ഇത് രണ്ടും ഒഴിവായാൽ തന്നെ നമുക്ക് യഥാർത്ഥത്തിൽ ആത്മബോധം അഥവാ അറിവ് തന്നെ ലഭിക്കൂ. ഈ അറിവ് ലഭിച്ച് ഒരു ഘട്ടത്തിലെത്താൻ അതിൽ തന്നെ കുടുങ്ങിക്കിടക്കാതെ അതിനെയും കൂടെ ജയിക്കുമ്പോഴാണ് പരമാത്മാ പദപ്രാപ്തിയിലേക്ക്, അല്ലെങ്കിൽ പരമപദപ്രാപ്തിയിലേക്ക് നമുക്ക് എത്താൻ സാധിക്കുള്ളൂ. ഇതൊക്കെ ഗീതയിൽ കൃത്യമായിട്ട് ഭഗവാൻ മാർഗദർശനം നൽകുന്നുണ്ട്. നിർമ്മാനമോഹാജിതസംഗദോഷ ആധ്യാത്മനിത്യ വിനിവർത്തകാമക നുദ്വൈർവിമുക്ത സുഖദുഃഖ സഞ്ചയ ഗച്ഛന്തി മൂഢാപദമവ്യം തത്. ഈ പരമപദത്തിലേക്ക് വരണമെന്നുണ്ടെങ്കിൽ ഈ രണ്ടവസ്ഥയെയും, അതായത് അപര പരാശക്തിക്ക് ഉപരി നിൽക്കുന്ന ഉത്തമ പുരുഷനെ മനസ്സിലാക്കണം എന്നർത്ഥം. അവിടെയാണ് പരമപദപ്രാപ്തിയിലേക്ക് നമുക്ക് എത്താൻ സാധിക്കുക. അത് സാധിക്കണമെന്നുണ്ടെങ്കിൽ നമ്മളിൽ തന്നെ ഉള്ളതായ ഈശ്വര ശക്തികളെ നമ്മൾ സാക്ഷാത്കരിക്കണം. 6 ഐശ്വര്യങ്ങളും 8 ഐശ്വര്യങ്ങളും ഈശ്വരൻ്റേതായ 26 ഗുണങ്ങളും നമ്മുടെ സിദ്ധിയായിട്ട് തന്നെ നമ്മുടെ ഉള്ളിലുണ്ട്. പക്ഷേ അത് പ്രകൃതി ഗുണങ്ങളാകുന്ന തമോ ഗുണം കൊണ്ടും രജോ ഗുണം കൊണ്ടും സത്വഗുണം കൊണ്ടും മറക്കപ്പെട്ടിരിക്കുന്നു. അതിനെ തമസ്സിനെ രജോ ഗുണം കൊണ്ടും രജോ ഗുണത്തെ സത്വഗുണം കൊണ്ടും സത്വഗുണത്തെ അറിവ് കൊണ്ടും ജയിക്കണം. അതാണ് യഥാർത്ഥത്തിലുള്ള നമുക്ക് ഭക്തി ആധ്യാത്മിക മാർഗത്തിൽ ചെയ്യേണ്ടത്. അതിലൂടെ ഈശ്വര സാക്ഷാത്കാരം നേടാൻ സാധിക്കും. ഇതിനെല്ലാവർക്കും അർഹതയുണ്ടെന്ന് 9-ാം അധ്യായത്തിൽ ഭഗവാൻ പറഞ്ഞിട്ടുണ്ട്. മനുഷ്യജന്മത്തിലാണ് ഈ പ്രത്യേക ശക്തികളെ തിരിച്ചറിയാനും ഈ അറിവൊക്കെ നമുക്ക് ക്രോഡീകരിച്ച് ഗുണദോഷങ്ങളെ തിരിച്ചറിയാനുള്ള ശക്തിയൊക്കെ ഉള്ളത്. അത് അനുസരിച്ച് പ്രവർത്തിക്കുക തന്നെ വേണം. അത് നമുക്ക് സാധിക്കട്ടെ. എൻ്റെ അടുത്ത ഭാഗം നമുക്ക് അടുത്ത ദിവസം ചിന്തിക്കാം. എല്ലാവർക്കും നമസ്കാരം.